ദൈവത്തിന്റെ ശാശ്വതമായ സ്ഥിരമായ നിത്യമായ എന്നേക്കും നിലനിൽക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണമായി ആദായകരമായി ഫലസമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്നുള്ള ആന്തരികാഗ്രഹ പ്രാർത്ഥനയോടെ അല്പസമയം തിരുസന്നിധിയിൽ ശ്രദ്ധയോടെ നമുക്ക് ഇരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമുക്ക് ഈ സമയം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ രണ്ട് കാര്യമാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചതിൽ മുഖ്യമായി നിൽക്കുന്നത്. ഒരാൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ, ഒരാൾ എന്നെ പിൻഗമിക്കുവാൻ തീരുമാനിച്ചാൽ, ഒരാൾ എന്റെ പിന്നാലെ വരുവാൻ താല്പര്യം ഉള്ളവനായിരുന്നാൽ അവൻ എന്ത് ചെയ്യണം? സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം എന്നാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, ഡെനി ഹിംസെൽഫ് ആൻഡ് ഫോളോ മീ. സ്വയം ത്യജിച്ച് എന്നെ അനുഗമിക്കുക. ഇന്ന് പ്രകാരം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഒരാൾ സ്വയം ത്യജിച്ച് എന്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക എന്നതാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, വിശുദ്ധ ബൈബിളിൽ ആ അനുഭവത്തിൽ ദൈവത്തെ അനുഗമിച്ച അനേക കഥാപാത്രങ്ങളെ കാണുവാൻ സാധിക്കുന്നു. പഴയ നിയമ വേദപുസ്തകത്തിൽ നമ്മൾ നെഹമ്യാവ് എന്നൊരു പുസ്തകത്തിൽ ഒരു വ്യക്തിയെ കാണുകയാണ്. പഴയ നിയമത്തിൽ നെഹമ്യാവ് എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ നെഹമ്യാവ് എന്ന പുസ്തകത്തിൽ നെഹമ്യാവ് ദൈവവുമായി ഒത്തിരി കാര്യങ്ങളിൽ ബന്ധം സ്ഥാപിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ നെഹമ്യാവിന് വളരെ ഔന്നത്യമാർന്ന ഉന്നതമായ ഒരു സ്ഥാനമാനം തന്റെ ജീവിതത്തിൽ ലഭിച്ചതായി നമ്മൾ കാണുകയാണ്. ലോകത്തിലെ ചരിത്രത്തിൽ ഇസ്രായേൽ ജനം പല സമയ സന്ദർഭങ്ങളിലും മറ്റ് രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും കീഴിൽ പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവത്തിന്റെ നടുവിൽ നെഹമ്യാവ് എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, അദ്ദേഹം ന്യായപ്രമാണത്തിൽ നല്ല കഴിവുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, തികവുള്ള മനുഷ്യനാണ്. പണ്ട് ജീവിതത്തിൽ പലവിധമായ ദുർബല സമയ സന്ദർഭങ്ങൾ കടന്നു വന്നു എങ്കിൽ പോലും താൻ സ്വയം ത്യജിച്ചുകൊണ്ട്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നിലനിന്നതായി നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട ദിവസം മുതൽ അർത്തഹ്ശസ്ത രാജാവിന്റെ വാഴ്ചയുടെ 20-ാം ആണ്ട് മുതൽ തന്നെ അവന്റെ 32-ാം ആണ്ട് വരെ 12 വർഷം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിയുടെ അഹോവൃത്തിക്ക് അനുവദിച്ചിരുന്ന ആഹാരം വാങ്ങിയില്ല. പ്രിയ ദൈവമക്കളെ, ബാബിലോൺ പ്രവാസവുമായുള്ള ബന്ധത്തിലാണ് ഈ ചിന്ത വരുന്നത്. നെഹമ്യാവിനെയും തന്റെ കൂടെ ഏതാനും ആൾക്കാരെ ബാബിലോൺ രാജാവ് യഹൂദ്യ ദേശത്ത്
യഹൂദ ജനത്തെ ബാബിലോണിന്റെ കീഴിൽ നിന്ന് പരിപാലിക്കുവാൻ, പരിരക്ഷിക്കുവാൻ, ഭരണം നടത്തുവാൻ, കാര്യങ്ങൾ നോക്കി നടത്തുവാൻ നിയോഗിച്ചു. എന്നാൽ ഒരു യാഥാർത്ഥ്യം നെഹമ്യാ പറയാണ്, ബാബിലോൺ രാജാവിന്റെയും ആ രാജ്യത്തെ ഒരു വ്യക്തിയുടെയും കീഴിൽ ഞങ്ങൾ ഏത് ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾ അവരുടെ അഹോവൃത്തിയിൽ പങ്കെടുക്കാതെ ഞങ്ങൾ മാറി നിന്നു എന്ന് കാണുകയാണ്. ദേശാധിപതിയുടെ അഹോവൃത്തിക്ക് അനുവദിച്ചിരുന്ന ആഹാരം വാങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരിക്കലും നെഹമ്യാവ് അതിലേക്ക് വിധേയപ്പെടാതിരുന്നത് തങ്ങൾക്ക് കിട്ടുന്ന ആഹാരം അത്ര മനോഹരമല്ല. ആഹാരം വില കൂടിയതാണ്, മൂല്യമുള്ളതാണ്, ഉന്നതമാണ്, രുചിയുള്ളതാണ്, നല്ലതുപോലെ പാകം ചെയ്താണ്. എന്നാൽ അങ്ങനെയുള്ള ആഹാരത്തെ ഒരു വലിയ സ്ഥാനത്തിരുന്ന് കഴിക്കാൻ മുൻപിൽ വന്നിട്ടും കഴിക്കാതെ അതിനെ ബഹിഷ്കരിച്ചതിന്റെ കാരണം എന്തോ എന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ രീതി അനുസരിച്ച് ആഹാര ഭക്ഷണ പാനീയ പദാർത്ഥങ്ങൾ പാകം ചെയ്തതിനു ശേഷം കഴിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ആരാധന ദേവി ദേവന്മാരുടെ മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷമാണ് അത് കഴിക്കുന്ന ഭക്ഷിക്കുന്നവർക്ക് അത് കൊടുക്കപ്പെടൂ. പ്രിയ ദൈവമക്കളെ, പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും അങ്ങനെ അവർക്ക് ഭൂഷണമല്ലാത്ത ഈ ആഹാരം കഴിക്കാതെ നെഹമ്യാവ് തന്റെ ജീവിതത്തെ ത്യജിച്ചു കാണും. സ്വയം ത്യജിക്കുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ത്യാഗമെന്നോ സഹിഷ്ണുതയെന്നോ നിലംബര താഴുക എന്നോ അർത്ഥത്തിൽ അതിനെ നമ്മൾ അറിയുന്നതിൽ തെറ്റില്ല. ഒരു കാര്യം ദോഷമായത് ചെയ്ത് തന്നെ മലിനമാക്കി തന്റെ ദൈവത്തിന്റെ കോപം തന്നിലേക്ക് വരാതിരിക്കുവാൻ ആഹാരത്തിൽ നിന്നകന്നു നിന്ന് സ്വയം തന്നെ ത്യജിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആരും ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം ആയിരിക്കണം ഒരു തീരുമാനമെടുക്കേണ്ടത്. ഒരാള് ദൈവാലയത്തിൽ ദൈവസേവയിൽ പള്ളിയിൽ പോകുക എന്നത് മറ്റൊരാളുടെ നിർബന്ധത്താൽ ആയിരിക്കരുത്, മറ്റൊരാളുടെ സമ്മർദ്ദത്താൽ ആയിരിക്കരുത്, മറ്റൊരാളുടെ പ്രേരണയാൽ ആയിരിക്കരുത്. നിങ്ങൾ ദൈവിക ബന്ധത്തിൽ, ദൈവിക കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത്, വേദപഠനം നടക്കുന്ന സ്ഥലത്ത്, ദൈവാലയത്തിലെ സഭാ സമ്മേളന സ്ഥലത്ത് നിങ്ങൾ വരണമെന്ന് ഒരാളുടെ ഈ സമ്മർദ്ദത്തിന് വിധേയമായിട്ടായിരിക്കരുത് നമ്മുടെ പ്രവൃത്തി എന്ന് ഈ വാക്യത്തിലൂടെ ഞാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നെഹമ്യാവ് സ്വയം ത്യജിക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേതൊരു കാര്യത്തെയും ഞാൻ സ്വയമായി മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മാറ്റുവാനുള്ള എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ അത് ചെയ്തുകൊണ്ടായിരിക്കണം ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഡെനി ഹിംസെൽഫ് ആൻഡ് ഫോളോ മീ, സ്വയം ത്യജിച്ച് എന്റെ പിന്നാലെ വരിക. മറ്റൊരാളുടെ സമ്മർദ്ദത്താൽ അല്ല ദൈവത്തെയും ദൈവകാര്യത്തെയും ദൈവവചന ചിന്തയെയും ദൈവാലയത്തിലേക്കും നമ്മൾ പോകേണ്ടത്. നമ്മൾ സ്വയം ത്യജിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആ ഒരു കാര്യത്തെ വേണ്ടി ത്യാഗസന്നദ്ധതയുള്ള അവസ്ഥയിലേക്ക് എന്നെ മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഒരു വലിയ വാക്യം അവിടെയുണ്ട്. അവനോ വളരെയണം, ഞാനോ കുറയണം. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുവിന് വേണ്ടി വഴി ഒരുക്കുവാൻ അവന്റെ മുന്നോടിയായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മഹൽ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അവസാനം യോഹന്നാൻ സ്നാപകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ഏത് സമയവും തന്റെ ശിരസ് ഛേദിക്കപ്പെടുമെന്നുള്ള അതിന്റെ ആ അന്ത്യനിമിഷത്തിൽ കർത്താവായ യേശു ഗലീല നാട്ടിലൂടെ ഇതാ
തീപ്പൊരി പ്രസംഗവുമായിട്ട് കടന്നു പോവുകയാണ്. ഈ പ്രഭാഷണം യോഹന്നാൻ കേൾക്കുമ്പോൾ യോഹന്നാൻ തന്റെ മരണത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്യമാണ്, അവനോ വളരട്ടെ ഞാനോ കുറയട്ടെ. ഞാൻ കുറഞ്ഞ് എന്റെ ശിരസ് ഛേദിച്ച് ഞാൻ ശിരസില്ലാത്ത ഒരു ജഡമായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ എന്റെ കർത്താവ് മഹാനായി വലിയവനായി ഉന്നതനായി ശക്തനായി ഗലീല നാട്ടിൽ മുഴുവനും ശോഭിക്കട്ടെ. അങ്ങനെ യോഹന്നാന്റെ ശിരസ് ഒരു വെള്ളിത്താഴത്തിൽ ഛേദിക്കപ്പെട്ട് താൻ ചെറുതായി ഇല്ലാതെയായപ്പോൾ താൻ സ്വയം ത്യജിക്കപ്പെട്ടവനായി. എന്നാൽ ആ സ്ഥാനത്ത് കർത്താവായ യേശു ഇതാ മഹാനായി തീരുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിത സമ്പർക്ക ബന്ധങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ത്യജിക്കേണ്ടി വരും. ആമേൻ. അവിടെ പിടിവാശി ഉണ്ടാകരുത്, അവിടെ വാശി ഉണ്ടാകരുത്, അവിടെ വൈരാഗ്യം ഉണ്ടാകരുത്, അവിടെ ഒരു ചാലഞ്ചിങ് ഉണ്ടാകരുത്, അവിടെ ഒരു വെല്ലുവിളി ഉണ്ടാകരുത്. ആ വ്യക്തി വളർന്നോട്ടെ വളർന്നോട്ടെ വളർന്നോട്ടെ. ഞാൻ ഒരിക്കലും അതിന് വികാരമല്ല, തടസ്സമല്ല, എതിരല്ല. ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തത്തില്ല, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വയം ത്യജിച്ച് തന്റെ ജീവിതം ദൈവസന്നിധിയിൽ സൗന്ദര്യമുള്ളതായി തീരുവാൻ ഒന്നാമത്തെ വ്യക്തിയായി നമ്മൾ നെഹമ്യാവിനെ കണ്ടപ്പോൾ രണ്ടാമത്തെ വ്യക്തിയായി യോഹന്നാൻ സ്നാപകനെ കാണുകയാണ്. മൂന്നാമത് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ സുപരിചിതമായ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ കർത്താവായ യേശു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. സ്വർഗത്തിലിരുന്ന മിശിക, ദൈവസന്നിധിയിലിരുന്ന മിശിക, ആകാശത്തിന് മുകളിലിരുന്ന മിശിക, സ്വർഗാദി സ്വർഗത്തിൽ സിംഹാസനത്തിൽ വാണരുളിയിരുന്ന മിശിക തമ്പുരാൻ ഇതാ സ്വർഗത്തിൽ നിറങ്ങി ആകാശ മേഘപ്പാളികളെ കീറി മുറിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി ജനിച്ചു. അവർ ഒന്നുമില്ലായിരുന്നു. അവസാനം അവൻ ജനിച്ചപ്പോൾ അവനെ കൊണ്ട് കിടത്തിയത് പശുവിന്റെ കന്നിന് അല്ലെങ്കിൽ പശു കന്നുകൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്ന ആ പുൽത്തൊട്ടിയിൽ പോലും അവൻ കിടന്നു. അവന് ഒരു വാഹനമില്ല. വല്ലവരുടെയും വള്ളത്തിലോ ബോട്ടിലോ പടകിലോ കയറി അവൻ യാത്ര ചെയ്തു. ആരെല്ലാം കൊടുത്ത ആഹാരങ്ങൾ അവൻ കഴിച്ചു. അവൻ ഇങ്ങനെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അവസാനമായി അവന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കുരിശിലെ മരണമാണ്. താൻ തന്നെ തന്റെ കുരിശിൽ ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലയിലേക്ക് പോയി അവസാനം ആ കുരിശിൽ തന്നെ ആണിതറച്ച് കൊന്നു. യോസേപ്പിന്റെ അന്യന്റെ കല്ലറ. സ്വന്തമായിട്ട് സ്ഥലമില്ല, സ്വന്തമായിട്ട് ശവക്കോട്ടയില്ല, സ്വന്തമായിട്ട് ശ്മശാനമില്ല. അന്യന്റെ കല്ലറയിൽ അടക്കി റോമൻ പട്ടാളക്കാര് അതിനെ സീൽ ചെയ്ത് അവിടെ കാവൽ നിൽക്കുകയാണ്. എന്നാൽ എന്റെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യഹൂദന്മാർ കാണെ, ശിഷ്യന്മാർ കാണെ, ഗലീല പുരുഷന്മാർ കാണെ അവൻ ആകാശത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ അവർ നോക്കി നിൽക്കുമ്പോൾ, അവർ തലവേർത്ത് നോക്കുമ്പോൾ അവൻ ആകാശത്തിൽ മേഘപ്പാളികളിലൂടെ ഇതാ മെല്ലെ സ്വർഗാരോഹണം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, മരണത്തിനു വേണ്ടി സ്വയം ത്യാഗിയായി സ്വയം ത്യജിക്കപ്പെട്ട കർത്താവായ യേശു ആകാശ മണ്ഡലത്തേക്കാൾ ഈ പ്രപഞ്ചത്തേക്കാൾ മഹാനായി തീർത്തുവെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വയം ത്യജിച്ച് എന്റെ പിന്നാലെ വരിക എന്ന് കർത്താവ് പറയുമ്പോൾ നെഹമ്യാവ് അങ്ങനെ ത്യജിച്ചതുകൊണ്ട് നെഹമ്യാവ് ഉന്നതനായി തീർന്നു. യോഹന്നാൻ സ്നാപകൻ സ്വയം ത്യജിച്ചതുകൊണ്ട് അവൻ വലിയവനായി തീർന്നു. കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാനെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ആമേൻ. തന്നെ കൊന്ന് തന്റെ ശിരസ് അറുത്തു കഴിഞ്ഞിട്ട് ഹേരോദ എന്ന് പറയുന്ന രാജാവ് രാത്രി തന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞ അനുഭവത്തിൽ താൻ ഞെട്ടി സ്വപ്നങ്ങൾ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന
എന്ന പുണ്യ പുരുഷൻ ഇതാ തന്റെ മുന്നിൽ നിൽക്കുന്നു. അതിനുശേഷം ഹേരോദാവ് ഇങ്ങനെ പറയുകയുണ്ടായി, അവൻ പരിശുദ്ധനായിരുന്നു, അവൻ പുണ്യ പുരുഷനായിരുന്നു, അവൻ നീതിമാനായിരുന്നു, അവനെ കൊല്ലുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുനിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധപ്പതന തിന്മ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മരണം വരെ സ്വൈര്യമില്ലാതെ സ്വസ്ഥതയില്ലാതെ മലദ്വാരം ചീഞ്ഞഴുകി ഒരിടത്തും തനിക്ക് നിക്കക്കളിയില്ലാതെ തന്റെ വഴിയാത്രയിൽ താൻ മരിച്ചു പോവുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, ആ യോഹന്നാൻ സ്നാപകൻ എത്രയോ വലിയവനായി നമ്മുടെ കർത്താവായ യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി കാണുമെങ്കിൽ അവൻ സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറിയ മഹാനായി തീർന്നുവെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 2 പത്രോസ് 1-ാം പത്രോസ് ശ്ലീഹായുടെ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയാണ്, എന്റെ ശരീരം മരിച്ച് ഞാൻ നിര്യാണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. ഒരു പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം ഉപയോഗിച്ച പത്രോസ് അപ്പോസ്തലൻ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, എന്റെ സ്വയത്യാഗത്തിനുള്ള സമയം ആസന്നമായി. യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി സുവിശേഷം പ്രതി തന്റെ ജീവിതത്തെ ത്യജിച്ച് മരണത്തെ മുൻപിൽ കണ്ടിട്ട് അവസാനം ഏതാണ്ട് AD 68 അടുക്കുന്ന സമയം റോമൻ പട്ടാളക്കാര് പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് തന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ പത്രോസ് പറയാണ്, എന്റെ യജമാനനായ മിശിഹ തമ്പുരാൻ മരിച്ചതുപോലെ മരിപ്പാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മിശിഹ തമ്പുരാൻ മരിച്ചതിന് ഓപ്പോസിറ്റായി നിങ്ങൾ എന്നെ കൊല ചെയ്യാം. അങ്ങനെ തല കീഴായി തല താഴെയും കാല് മുകളിലുമായിട്ടാണ് റോമൻ പട്ടാളക്കാര് നീറോ ചക്രവർത്തിയുടെ കാലത്ത് പത്രോസിനെ കൊല ചെയ്യുന്നതെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വർഗത്തിൽ താൻ ഈ ഭൂമിയിൽ വെച്ച് ത്യജിച്ചതിൽ തനിക്ക് കിട്ടുന്ന സ്ഥാനം എത്രയോ ഭയങ്കരമാണ്. ഒരു വേദശാസ്ത്രജ്ഞൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിന് മുൻപ് എന്നെ എതിരേൽക്കാൻ വരുന്ന ആ സംഘത്തിന് തലവനായി ഞാൻ പത്രോസിനെ കാണും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം ത്യാഗത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവസാനമായി പൗലോസ് 2 തിമോഥെയോസ് 4-ാം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, എന്റെ ശരീരം ഇപ്പോൾ തന്നെ മരണത്തിന് വിധേയമാകാൻ പോകുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോട് കൂടെ പ്രിയം വെച്ച നിങ്ങളടങ്ങുന്ന ഏവർക്കും അത് കിട്ടും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ ആഗ്രഹം വ്യർത്ഥമല്ല, നമ്മുടെ താല്പര്യം വ്യർത്ഥമല്ല, നമ്മുടെ ചിന്ത വ്യർത്ഥമല്ല, നമ്മുടെ തീരുമാനം വ്യർത്ഥമല്ല. നമ്മൾ വേദപുസ്തക കാര്യങ്ങളിൽ എടുക്കുന്നതോ അത് തുറക്കുന്നതോ അത് വായിക്കുന്നതോ അത് ഓർക്കുന്നതോ അത് ധ്യാനിക്കുന്നതോ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതോ വ്യർത്ഥമല്ല. ഒരു ദിവസത്തിൽ മുതലും പരീക്ഷയും കൂട്ടി കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. അന്ന് കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിക്കും. അങ്ങനെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ഈ കൂടി വന്നിരിക്കുന്ന അസംബ്ലിയിൽ നിന്നുള്ള പേരുകൾ മുഴുവനും കേൾക്കുവാനും കാണുവാനും ഇടവരട്ടെ എന്ന് ഇന്ന് പ്രകാരം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, സഹിക്കുന്നുവെങ്കിൽ അവരോടുകൂടെ വാഴും, നാം തള്ളി പറയുന്നുവെങ്കിൽ അവർ നമ്മളെയും തള്ളി പറയും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, കർത്താവായ യേശുവിനും അവരുടെ വിശ്വാസത്തിനും നമ്മുടെ ആത്മീയതയ്ക്കും നമ്മുടെ അനുസരണയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ നിത്യ രാജ്യത്തിലെ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കണം. അതിനെയാണ് ബൈബിൾ പറയുന്നത്, deny himself and follow me. നീ സ്വയം ത്യജിച്ച് എന്നെ അനുഗമിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സഹിച്ചാൽ, നമ്മൾ ത്യജിച്ചാൽ അന്ന് അവിടെ വാഴും. എന്താണ് ബൈബിൾ പറയുന്നത് നമുക്കറിയാമല്ലോ. സഹിക്കുക
ആയിരുന്നുവെങ്കിൽ അവരോടുകൂടെ വാഴും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും രോഗങ്ങളും ക്ഷരങ്ങളും പണ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. എന്റെ കർത്താവായ യേശു സഹിച്ച ആ ക്രൂശിലെ ആ മരണവേദനയുടെ ഒരംശം പോലും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വേദനിക്കുമ്പോൾ മുൾമുടി വിച്ച യേശുവിനെ നിങ്ങൾ കാണണം. ആ മുൾമുടി കിരീടത്തിലെ ഓരോ ആണികളും തന്റെ നെറ്റിയിലെ മാംസപേശികളെ കുത്തി തുളച്ചപ്പോൾ ഒഴുകിയ രക്തത്തുള്ളിയുടെ ഒരംശം ആ സമയം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഏത് രോഗബന്ധനങ്ങളും ആ സമയം അഴിഞ്ഞു മാറും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അവനെ ചമ്മട്ടി കൊണ്ടടിച്ച് പ്രകടിച്ച ആ ചമ്മട്ടി പ്രകടനം നിങ്ങൾ ഓർത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശരീര ക്ലേശങ്ങളെയും അവിടെ വെച്ച് നിങ്ങൾക്ക് ഫോർഗറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഡെലിവറൻസ് ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അനുഭവമി സ്വയം ധരിച്ച് എന്നെ അനുഗമിക്കുക. നെഹമ്യാവ് സ്വയം ധരിച്ച് കർത്താവിനെ അനുഗമിച്ചു. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ സ്വയം ധരിച്ച് യേശുവിനെ അനുഗമിച്ചു. ജീസസ് കർത്താവായ യേശു സ്വയം ധരിച്ച് ദൈവത്തെ അനുഗമിച്ചു. അങ്ങനെയെങ്കിൽ പീറ്റർ പത്രോസ് അപ്പോസ്തലൻ സ്വയം ധരിച്ച് കർത്താവിനെ അനുഗമിച്ചു. സെന്റ് പോൾ വിശുദ്ധ പൗലോസ് സ്വയം ധരിച്ച് ദൈവത്തെ അനുഗമിച്ചു. അങ്ങനെയെങ്കിൽ വി ആർ ഹൗ, നമ്മൾ എങ്ങനെയാണ്? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സ്വയം ത്യജിക്കപ്പെടട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹത്തിന്റെ ഉച്ചശ്രേണിയിൽ എത്തുവാൻ നമ്മൾ സ്വയം ത്യജിച്ചു കളയുക. നിന്റെ കുടുംബം വിജയമായി തീരുവാൻ നീ സ്വയം ത്യജിച്ചു കളയുക. നിന്റെ മക്കൾ ഉന്നതിയിൽ എത്തിച്ചേരുവാൻ നീ സ്വയം ത്യജിക്കുക. സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലളിതമാകുക, എളിമപ്പെടുക, വിനയപ്പെടുക. ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ എന്റെ മനസ്സിൽ ഉദിക്കുന്നതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ നമ്മുടെ ജീവിതം വളരെ വളരെ വളരായി ഉന്നതമായി തീരും. അതിനായി കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.